വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേർണി വിത്ത് റനായ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്നിപ്പോൾ നിങ്ങൾ ഈ സെറ്റപ്പൊക്കെ കാണുമ്പോൾ വിചാരിക്കും എന്തെങ്കിലും വിഷു റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇടുന്നതെന്നുള്ളത്. അല്ല, വിഷുവിൻ്റെ ആ ഒരു മേക്ക് ഓവറിലൊക്കെ ഇരുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. എനിക്ക് ടീച്ചിങ് ജോബിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ എൻക്വയറീസ് വന്നായിരുന്നു. പ്രത്യേകിച്ച് UAE എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് റിലേറ്റ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് റീസെൻ്റ് ആയിട്ട് വന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേതെന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ബാക്ക് ടു മൈ ചാനൽ. അതേപോലെ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. നല്ല ഒരു വർഷം, അടിപൊളിയായിട്ടുള്ള ഒരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് വന്നു കേട്ടോ. BEdൻ്റെ റിലേറ്റഡ് ആയിട്ട് വന്നു. അപ്പോൾ ഞാൻ അതെല്ലാം എൻ്റെ ഫോണിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതെന്ന്. അപ്പോൾ അതപ്പം നമുക്ക് വീഡിയോ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് പോകാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ ഇനി കുറേ സംസാരിച്ച് നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ആദ്യം എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, BEd മാൻഡേറ്ററി ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നോട് ചോദിച്ചിരുന്നത്. BEd മാൻഡേറ്ററി ആയിട്ടുള്ളൊരു സംഗതിയാണ് കേട്ടോ. ഇവിടെ BEd ഇല്ലാതെ നമുക്ക് ഒരു സ്കൂളിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ BEd മാൻഡേറ്ററി ആണ്. പിന്നെ KG സെക്ഷനിലൊക്കെ ആണെങ്കിൽ മോണ്ടിസോറി എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുത്തിട്ടാണ് ആൾക്കാരൊക്കെ വരാറുള്ളത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അധികം അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ അതേപ്പറ്റി പറയുന്നില്ല. പക്ഷെ അല്ലാതെ നമുക്ക് ബാക്കി എല്ലാ ക്ലാസ്സസിലും BEd മാൻഡേറ്ററി ആണ്. അപ്പം അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാനിത് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ട് ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് 2 ഇറക്കാം, റിലീസാക്കാം. ഓക്കെ. പിന്നെ അടുത്ത എന്നോട് വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് CV എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നത്. ആക്ച്വലി CV ഞാൻ പ്രിപ്പയർ ചെയ്തത് ക്യാൻവ യൂസ് ചെയ്തിട്ടായിരുന്നു കേട്ടോ. ക്യാൻവ എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്തിട്ട്, അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് ഫോർമാറ്റൊക്കെ നമുക്ക് അതിൽ തന്നെ കാണിക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം കോപ്പി അടിച്ചാണ് ഞാൻ എൻ്റെ CV ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അത് തന്നെ നമുക്ക് നല്ല റെഫറൻസ് അതിൽ നിന്ന് തന്നെ കിട്ടിക്കോളും. അപ്പോൾ ക്യാൻവ എന്നുള്ള ആപ്പ് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് CV പ്രിപ്പയർ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡയറക്റ്റ് ആയിട്ട് CV അയക്കണോ അതോ ഇമെയിലാണോ അയക്കേണ്ടതെന്നുള്ളത്. അതായത് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഓരോ സ്കൂൾസിൽ അപ്ലൈ ചെയ്യേണ്ട പാറ്റേൺ എങ്ങനെയാണെന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാനതിങ്ങനെ ഷോർട്ട് ഹാൻഡിൽ എഴുതി വെച്ചേക്കുന്നതാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്, ഡയറക്റ്റ് CV ഓർ ഇമെയിൽ എന്നുള്ളത്. രണ്ടും അക്സെപ്റ്റബിൾ ആണ് കേട്ടോ. ഞാനിവിടെ വന്നതിന് ശേഷം ഇവിടെ ഓൾമോസ്റ്റ് ഉള്ള സ്കൂൾസിലെല്ലാം നമ്മൾ ഇറങ്ങി CV കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. കാരണം എവിടെയെങ്കിലും പിടിച്ച് കയറിയെങ്കിലല്ലേ പറ്റൂ. അപ്പോൾ ഡയറക്റ്റായിട്ടും CV കൊടുത്തിരുന്നു. അതേപോലെ തന്നെ മെയിലും അയച്ചിരുന്നു. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത 2 സ്കൂളിൽ നിന്നും മെയിൽ അയച്ചത് ബേസ് ചെയ്തിട്ടാണ് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചത് കേട്ടോ. ഞാൻ ഡയറക്റ്റായിട്ട് CV കൊണ്ടിട്ട പല സ്കൂൾസിൽ നിന്നും എന്നെ വിളിച്ചില്ലായിരുന്നു. പിന്നെ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ആർക്കാണ് നമ്മൾ മെയിൽ അയക്കേണ്ടത് എന്നുള്ളത്. അത് നമ്മുടെ ആ സ്കൂളിൻ്റെ HR-നാണ് മെയിൽ അയക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. റെഡി? യെസ്. അപ്പോൾ അങ്ങനെ വന്നു. വീണ്ടും നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതായിരുന്നു കേട്ടോ. ഇതിനെപ്പറ്റിയാണ് എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്. നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തതെന്നുള്ളതെന്ന് ചോദിച്ചിരുന്നു. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, ടോപ്പിക്സ് എന്തൊക്കെ വേണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഇൻ്റർവ്യൂവിന് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, എൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന സമയത്ത് ലിറ്ററേച്ചർ സൈഡിൽ നിന്നും പ്രിപ്പയർ ചെയ്തു, ഗ്രാമർ സൈഡിൽ നിന്നും പ്രിപ്പയർ ചെയ്തുകൊണ്ടായിരുന്നു പോയത്. പക്ഷേ ഞാൻ പോയ 2 സ്കൂളിലും എന്നോട് ലിറ്ററേച്ചർ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യനും എന്നോട് ചോദിച്ചില്ല. പക്ഷേ ഗ്രാമറിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്ത് ചോദിച്ചിരുന്നു കേട്ടോ. പിന്നെ ഗ്രാമർ ഓൾമോസ്റ്റ് ഒക്കെ ഞാൻ നോക്കി വെച്ചിട്ട് പോയത് കൊണ്ട് എനിക്ക് പറയാനും പറ്റി. അപ്പോൾ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി പറയേണ്ടി വരും കേട്ടോ. കാരണം വെച്ചാൽ എൻ്റെ കഥകൾ അതും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ വന്നിട്ട് 2 സ്കൂൾസിലാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ സ്കൂളിൽ പോയപ്പോൾ റിട്ടൺ എക്സാമും ഉണ്ടായിരുന്നു. പ്ലസ് പ്രിൻസിപ്പലിൻ്റെയും സബ്ജക്റ്റ് എക്സ്പേർട്ടിൻ്റെയും അതായത് HOD-യുടെയും ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു.
ഓക്കെ. അപ്പോൾ ആദ്യത്തെ സ്കൂളിൽ, ഇപ്പോൾ ഇവിടെ പല സ്കൂളിലും പല രീതിയാണ്. ആദ്യത്തെ സ്കൂളിൽ എനിക്ക് റിട്ടൺ എക്സാം ഉണ്ടായിരുന്നു. ആ റിട്ടൺ എക്സാമിൽ നമ്മുടെ റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്മൾ ഈ സെറ്റിനൊക്കെ എക്സാം എഴുതുമല്ലോ, അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു അതിനകത്ത് ചോദിച്ചിരുന്നത്. പിന്നെ നമ്മുടെ റൈറ്റിംഗ് സ്കില്ലൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ലെറ്റർ റൈറ്റിംഗ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു അതിൽ ചോദിച്ചിരുന്നത് കേട്ടോ. പിന്നെ ഗ്രാമർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിനകത്തുണ്ടായിരുന്നു. പിന്നെ ഇൻ്റർവ്യൂവിന് അവർ വലിയ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല, കാരണം ഓൾറെഡി നമ്മൾ എക്സാം എഴുതിയതുകൊണ്ട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ക്ലാസ് റൂം ഹാൻഡിൽ ചെയ്യും, ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, പഠിക്കാൻ കുറച്ച് ബാക്കിലോട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എന്ത് റെമഡിയൽ ടീച്ചിങ് ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, അപ്പം അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ഒരു വേ ഓഫ് അപ്രോച്ച് എങ്ങനെയാണെന്ന് അറിയത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ സ്കൂളിൽ നിന്ന് എനിക്കുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ വന്നപ്പോൾ അവിടെ എനിക്ക് 2 ഇൻ്റർവ്യൂ ആയിരുന്നു, 2 സെറ്റ് ഓഫ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് സബ്ജക്ട് എക്സ്പേർട്ട് അല്ലെങ്കിൽ HODയുടെ ഇൻ്റർവ്യൂ ആയിരുന്നു. അതും ഈ പറയും പോലെ ഗ്രാമറിൻ്റെ ഏരിയാസ് എല്ലാം കവർ ചെയ്തു കേട്ടോ. എനിക്ക് ലിറ്ററേച്ചർ സൈഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും എന്നോട് ചോദിച്ചില്ല. അപ്പം നിങ്ങൾ ഇൻ്റർവ്യൂവിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ കൂടുതലും ഗ്രാമർ സൈഡ് ഒന്ന് നന്നായിട്ട് നോക്കിക്കോളൂ, ആ സൈഡ് ഒന്ന് സ്ട്രോങ് ആക്കി വെച്ചേക്കുക. ഓക്കെ. അപ്പോൾ സബ്ജക്ട് എക്സ്പേർട്ടിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ വലിയ കോൺഫിഡൻസിലൊക്കെ ഇരിക്കുകയായിരുന്നു. ഇവിടെ എനിക്ക് എന്തായാലും കിട്ടും, രക്ഷപ്പെട്ടു. ഞാൻ അത്യാവശ്യമൊക്കെ ഞാൻ പറഞ്ഞു, ഒരു 15 to 16 ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഒരു 14ഓളം ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ വലിയ ഗമയിലൊക്കെ ഇങ്ങനെ ഇവിടെ കിട്ടും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇനി പ്രിൻസിപ്പളിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ഓർത്തു, പ്രിൻസിപ്പളിൻ്റെ ഇൻ്റർവ്യൂ അല്ലേ, മറ്റേ സ്കൂളിലെ പോലെ ചിലപ്പോൾ മെയിൻ ഇൻ്റർവ്യൂ കഴിഞ്ഞല്ലോ, ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ അറിഞ്ഞില്ല ഞാനൊരു പുലിമടയിലേക്കാണ് കയറി ചെല്ലുന്നതെന്ന്. അപ്പോൾ സാറും ഇംഗ്ലീഷ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സാർ പക്ഷേ എന്നോട് ഗ്രാമർ റിലേറ്റഡ് ഒന്നും അല്ല ചോദിച്ചത്, നമ്മൾ BEdന് പഠിച്ച കാര്യങ്ങളൊക്കെയായിരുന്നു എന്നോട് ചോദിച്ചത്. അതായത് കൂട്ടുകാരെ, നമ്മൾ ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അങ്ങനെയൊക്കെ ഉള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ, പിന്നെ ബ്ലൂംസ് ടാക്സോണമി, ബ്ലൂ പ്രിൻ്റ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് എന്നോട് ചോദിച്ചത്. ഞാൻ അവിടെ നിന്ന് നക്ഷത്രക്കാൽ എണ്ണിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ, കാരണം ഞാൻ BEd റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അവിടെ ഇവിടെയൊക്കെ ഇതൊക്കെ കേട്ട് പരിചയമുണ്ട്. അന്ന് 2014 പഠിച്ച സംഗതിയാണ്, എനിക്കൊരു ഓർമ്മ പോലും കിട്ടുന്നില്ല. പിന്നെ ഞാൻ എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ഒപ്പിച്ചുള്ളതൊക്കെ പറഞ്ഞു, ചിലതൊക്കെ തെറ്റുകയും ചെയ്തു. പക്ഷേ നമ്മുടെ ആ ഒരു വേ ഓഫ് അപ്രോച്ച്, നമ്മൾ എങ്ങനെ ആ ക്വസ്റ്റ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്നോ, നമ്മൾ കോൺഫിഡൻ്റ് ആണോ എന്നൊക്കെ ഉള്ളതാണ് അവർ അസസ് ചെയ്യുന്നത് മെയിനായിട്ട്. പ്ലസ് പിന്നെ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ സെറ്റിനകത്ത് ഞാൻ തരക്കേടില്ലാത്ത ആൻസേഴ്സ് പറഞ്ഞല്ലോ, അപ്പോൾ അവർക്ക് അക്സെപ്റ്റബിൾ ആയിരുന്നു. അപ്പം രണ്ടാമത്തെ സെറ്റ് ഓഫ്, അതായത് പ്രിൻസിപ്പളിൻ്റെ ഇൻ്റർവ്യൂ എനിക്ക് നല്ല ടഫായിരുന്നു. അപ്പം ഞാൻ അതൊരു നിയർലി ഒരു 1 hour വരെയൊക്കെ പോയി. അപ്പം ഞാൻ വിചാരിച്ചു മിക്കവാറും ഇവിടുന്ന് കിട്ടത്തില്ല, നമുക്ക് ഇറങ്ങാം, അതങ്ങനെ വിചാരിച്ച് തന്നെയായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷേ എനിക്ക് അവിടെ നിന്നാണ് കോള് വന്നത്. ഓക്കെ. അപ്പം BEd റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞിരുന്നാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഗ്രാമർ റിലേറ്റഡും BEd റിലേറ്റഡും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ലിറ്ററേച്ചർ സൈഡിൽ നിന്ന് അങ്ങനെ എന്നോടൊന്നും ചോദിച്ചില്ല. പിന്നെ നിങ്ങൾ ജനറലായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വേർഡ്സ്വർത്ത്, ഷേക്സ്പിയർ അങ്ങനെയൊക്കെ ഉള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കീറ്റ്സിൻ്റെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ലൈൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ നന്നായിരിക്കും. ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടായിരുന്നു അന്ന് പോയത് കേട്ടോ. കൂടുതലും ഗ്രാമർ, BEd റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളോട് ജനറലായിട്ട് നമ്മുടെ ക്ലാസ് റൂം മാനേജ്മെൻറ്റിനെ കുറിച്ച് നമ്മളോട് ചോദിക്കും കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്ത് വേ ഓഫ് അപ്രോച്ചാണ് നമ്മൾ കുട്ടികളോട് എടുക്കുന്നത്, അതേപോലെ എങ്ങനെ നമ്മൾ കുട്ടികൾ ഇങ്ങനെയൊക്കെ ബഹളം വെച്ച് കഴിഞ്ഞിരുന്നാൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്, അതൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ അത്രയും വരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്തുവായിരുന്നടേ അടുത്ത ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് ടോപ്പിക്സ് ഫോർ ഡെമോ ക്ലാസ്സിന് എന്ത് ടോപ്പിക്സ് എടുക്കണം എന്നുള്ളതായിരുന്നു അടുത്ത വന്ന ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ ടോപ്പിക്സ് ഫോർ ഡെമോ ക്ലാസ് ഏതെടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ ഞാൻ എടുത്തതും എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നതും എപ്പോഴും നമ്മൾ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു ഗ്രാമർ ടോപ്പിക്കാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് എടുത്ത ടോപ്പിക്ക് പാർട്സ് ഓഫ് സ്പീച്ച് ആയിരുന്നു. ആ 8 പാർട്സ് ഓഫ് സ്പീച്ചും കവർ ചെയ്യുന്ന ഒരു ചെറിയ ഒരു ക്ലാസ് ആയിരുന്നു ഞാനന്ന് എടുത്തത്. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടോപ്പിക്സ്, അല്ലാതെ നിങ്ങൾ ഓടിപ്പോയി ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചും ട്രാൻസിറ്റീവ് ഇൻട്രാൻസിറ്റീവ് വേർബും അതൊന്നും എടുക്കാൻ പോകരുത്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ദെൻ ഇറ്റ്സ് ഓക്കെ. അല്ലാതെ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ വെച്ചിട്ട്
എപ്പോഴും കുറച്ച് സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് കുട്ടികളിലേക്ക് ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എടുത്തത് പാർട്സ് ഓഫ് സ്പീച്ച് ആയിരുന്നു. അപ്പോൾ ഇനി പാർട്സ് ഓഫ് സ്പീച്ചിൽ തന്നെ ഏതെങ്കിലും ഒരു പാർട്സ് ഓഫ് സ്പീച്ച്, ഫോർ എക്സാമ്പിൾ നൗൺ, അത് മാത്രമായിട്ടും അതിനകത്ത് ടൈപ്സ് ഓഫ് നൗൺ അങ്ങനെയൊക്കെ എടുത്തിട്ടാണെങ്കിലും പോയിരുന്നാൽ വളരെ നന്നായിരിക്കും. ഭയങ്കര ഗടാഗടിയന്മാരായിട്ടുള്ള ടോപ്പിക്സ് ഒന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിനനുസരിച്ചാണ്. ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ദെൻ ഇറ്റ്സ് അപ് ടു യുവർ ചോയ്സ്. പിന്നെ ഇനി പ്രോസ് ആണ് പ്രോസ് അധികവും എടുക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. പ്രോസ് അങ്ങനെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ, നമ്മൾ ഏത് ക്ലാസ് ആണോ എടുക്കാൻ പറയുന്നത് അവിടുത്തെ ആ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് റെഫർ ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലാതെ നമ്മൾ ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിച്ച പോലത്തെ വലിയ പ്രോസൊക്കെ എടുത്തുകൊണ്ട് ചെന്നിരുന്നാൽ അത് വർത്ത് ആവത്തില്ല. അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് പ്രോസ് എടുക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ഏത് ക്ലാസ് ആണോ നമുക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്, മിക്കവാറും ഡെമോയ്ക്കൊക്കെ 5th to 8th അതിലേതെങ്കിലും ഒരു ക്ലാസ് ആയിരിക്കും തരിക. അപ്പോൾ അവരുടെ ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയിട്ട് നമ്മളൊന്ന് റെഫർ ചെയ്തിട്ട് കയറുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇനി പോയട്രി ആണ്, ഏതെങ്കിലും പോംസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചെറിയ പോംസ് എടുക്കുക. വേർഡ്സ്വർത്തിൻ്റെയോ അതേപോലെ കീറ്റ്സിൻ്റെയോ അങ്ങനെയൊക്കെ ഉള്ള പോയിറ്റ്സിൻ്റെയൊക്കെ പോംസ് എടുക്കുക. സോളിറ്ററി റീപ്പർ, ഡാഫഡിൽസ് അങ്ങനെയൊക്കെ ഉള്ള പോംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം നമുക്ക് അതിനകത്ത് ആ പോയറ്റിക് ഡിവൈസസും റൈമിങ് സ്കീമും അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും ഒന്ന് റെഫർ ചെയ്യാനും ഒക്കെ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. റൊമാൻറ്റിക് പോയിറ്റ്സിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെത്രയാണ് നമ്മുടെ ആ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്തോന്നൊന്ന് നോക്കിക്കോട്ടെ. ടോപ്പിക്സ് ഫോർ ഡെമോ ക്ലാസ് എന്താണെന്ന് ചോദിച്ചു. പിന്നെ അതേപോലെ എന്നോട് ചോദിച്ച കാര്യമാണ് ലെസൺ പ്ലാനിൻ്റെ കാര്യം. ലെസൺ പ്ലാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതേപോലെ നമ്മൾ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ആണോ എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിച്ചിരുന്നു. ഞാൻ ലെസൺ പ്ലാൻ ഒരു ചെറിയ പഴയ സ്കൂളിൻ്റെ ഫോർമാറ്റ് ബേസ് ചെയ്ത് ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് പോയത്. അല്ലാതെ ഇവിടെ വന്നിട്ട് UAEയുടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടൊന്നും അല്ല ഞാൻ ഡെമോ ക്ലാസ്സിന് പോയത്. വൺസ് നമ്മളിവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വി ഹാവ് ടു സ്റ്റിക്ക് ഓൺ ദാറ്റ്. പക്ഷേ അല്ലാതെ അതിന് മുന്നിട്ട് നമുക്കറിയാവുന്ന രീതിയിൽ നമ്മളൊരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോവുക. അതൊന്നും അല്ല അവരവിടെ വാല്യൂ ചെയ്യുന്ന കാര്യങ്ങൾ, അതൊന്നും അല്ല. ദ വേ വി കൺവേ ടു ദ ചിൽഡ്രൻ, അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അല്ല നമ്മുടെ ലെസൺ പ്ലാൻ ഒന്നും അല്ല ഇമ്പോർട്ടൻ്റ് അവിടെ. അപ്പോൾ അതവർ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കത്തേ ഉള്ളൂ. പിന്നെ ലെസൺ പ്ലാൻ്റെ കാര്യം അതേപോലെ തന്നെ എങ്ങനെയാണ് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ആയിരുന്നു. ഞാൻ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഒന്നും ചെയ്തില്ല, അങ്ങനെയല്ല ചെയ്തത്. ഞാനല്ലാതെ കുറച്ച് ടീച്ചിങ് എയ്ഡ്സ് കൊണ്ടുപോയി. ഇപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് പിക്ചേഴ്സൊക്കെ ആയിട്ടാണ് പോയത്. അതിൻ്റെ കുറച്ച് പിക്ചേഴ്സൊക്കെ ആയിട്ട് പോയി ഏതൊക്കെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്നൊക്കെ ഉള്ളത് അതിൻ്റെയൊക്കെ ഒന്ന് വരയ്ക്കുകയല്ല, ഞാൻ പ്രിൻ്റ് ഔട്ട് എടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു 4-5 പ്രിൻ്റ് ഔട്ട്സ് ഞാൻ എടുത്തിരുന്നു. 4-5 അല്ല, ഒരു 5-6 പ്രിൻ്റ് ഔട്ട്സ്. അപ്പം എന്നിട്ട് ഓരോ ബെഞ്ചിലും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ ഒരു കോൺസെപ്റ്റ് അങ്ങനെയായിരുന്നു. ഇവിടെ ബെഞ്ച് വൈസ് ആയിരിക്കും എന്നൊക്കെ ഉള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഒരു 7-8 കോപ്പി ഞാൻ അങ്ങനെ എടുത്തുകൊണ്ടായിരുന്നു പോയത്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് പക്ഷേ കുട്ടികൾക്ക് അന്ന് നന്നായിട്ട് കൊടുക്കാൻ പറ്റി. അപ്പോൾ അതിലൊന്നും നമ്മൾ പലരുടെയും ടെൻഷൻ അങ്ങനെയാണ്, പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ആണോ ചെയ്യേണ്ടത്, അതോ നമ്മുടെ ലെസൺ പ്ലാൻ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഉള്ളതാണ്. നിങ്ങളുടെ ലെസൺ പ്ലാനും ഒന്നും അല്ല, പവർ പോയിന്റ് പ്രസൻറ്റേഷനും ഒന്നും അല്ല അവർ ആ സമയത്ത് അസസ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ കുട്ടികളോട് ഹാൻഡിൽ ചെയ്യുന്നു, നമ്മൾ പറയുന്ന കാര്യം കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ടോ, അതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മുടെ ഒരു വേ ഓഫ് അപ്രോച്ച്, നമുക്ക് ഒന്നും അറിയാമെങ്കിലും നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടങ്ങ് നിന്നോണം. അതൊരു വലിയ ഘടകമാണ് കേട്ടോ. നമ്മൾ കുട്ടികളുടെ മുന്നിൽ നമ്മൾ ഭയന്ന് നിൽക്കുന്നു എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവർ എന്ത് ബേസിസിലാണ് പിന്നെ നമുക്ക് അവിടെ ജോലി തരിക. അപ്പോൾ അത് കാരണം നമുക്ക് ചില സമയത്ത് ഒന്നും അറിഞ്ഞുകൂടെങ്കിലും നമ്മൾ ഇന്നസെൻറ്റിൻ്റെ ഒരു ഭാവം ഉണ്ടല്ലോ, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളടാ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ നല്ല ഫുൾ കോൺഫിഡൻ്റ് ആയിട്ടങ്ങ് നിൽക്കുക കേട്ടോ. അപ്പം ആവശ്യമില്ലാതെയുള്ള ടെൻഷനൊക്കെ നിങ്ങളങ്ങ് ഒഴിവാക്കി കളയണം കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് കുറേ ആൾക്കാരുടെ കൺഫ്യൂഷൻസ്. ലെസൺ പ്ലാൻ വേണോ, അതങ്ങനെ പ്രിപ്പയർ ചെയ്യണോ, പിന്നെ പവർ പോയിന്റ് വേണോ, അങ്ങനെ ഒന്നും നിങ്ങൾ വെറുതെ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയേ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും സിമ്പിളായിട്ടുള്ള നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന, കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്നാണല്ലോ. അപ്പം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ടോപ്പിക് എടുത്തുകൊണ്ട് പോവുക, അത് നന്നായിട്ട് അങ്ങ് പ്രസൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ആക്ച്വലി ഒരു 4-5 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. പിന്നെ അടുത്ത ഒരു 4-5 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഞാൻ പാർട്ട് 2 ആയിട്ട് ചെയ്യാം. ഓക്കെ,
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ആ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ അക്സെപ്റ്റബിൾ ആണോ എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇപ്പോൾ അതായത് ഡിഗ്രി PG ഒക്കെ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ അക്സെപ്റ്റബിൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതൊന്നുമില്ല. അത് നമ്മുടെ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി അങ്ങനെ വാലിഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിനാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, പിന്നെ അതേപോലെ ബി എഡ് നമുക്ക് പിന്നെ റെഗുലറായിട്ട് തന്നെയാണല്ലോ ചെയ്യുന്നത്. ഡിസ്റ്റൻ്റ് ആയിട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അത് നിങ്ങൾ റെഗുലർ ആയിട്ടുള്ളത്, കാരണം BEd ഇവിടെ ഭയങ്കര മാൻഡേറ്ററി ആയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ BEdൻ്റെത് കഴിവതും റെഗുലറായിട്ട് വെക്കുക, അത് തന്നെയാണ് നല്ലത്. അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും അത് കിട്ടും. പിന്നെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻകാരെ ഇൻ്റർവ്യൂ എടുക്കാതെ ഇരിക്കുമോ, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്. അങ്ങനെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻകാരെ എടുക്കാതിരിക്കുക, അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഡിസ്റ്റന്റ് ആയിട്ടാണെങ്കിലും അത് നമ്മൾ പഠിച്ച സംഗതി തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ തലയിൽ സ്റ്റഫ് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നാൽ അവർ എങ്ങനെയാണെങ്കിലും എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റന്റ് ആയതുകൊണ്ട് എനിക്ക് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിൽ കിട്ടാതെ ഇരിക്കുമോ, ഇൻ്റർവ്യൂ എടുക്കാതെ ഇരിക്കുമോ, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. ഓക്കെ, ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും അവരെ അക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ സർട്ടിഫിക്കറ്റ് അത് വാലിഡ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. ചില ആൾക്കാർ കള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് പലയിടത്തു നിന്നും പൈസ കൊടുത്ത് അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഉടായ്പ വേലകൾക്കൊന്നും പോവാതെ ഇരിക്കുക. ഓൾവേസ് ബി സ്ട്രെയിറ്റ് ഫോർവേഡ്. നമ്മുടെ ഇപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ വാലിഡായിട്ട് നമ്മൾ എഴുതി വാങ്ങിയ സർട്ടിഫിക്കറ്റ്, പഠിച്ചെഴുതി വാങ്ങിയ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഇവിടെ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ളത്, അതായത് എന്താണ് സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനിയും ഒരു 4-5 ക്വസ്റ്റ്യനും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ നമുക്കിനി ബാക്കി കാര്യങ്ങൾ പാർട്ട് 2-ൽ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഞാൻ ആക്ച്വലി വീക്കെൻഡിൽ ഇടണം എന്നുള്ളതായിരുന്നു വിചാരിച്ചിരുന്നത്, പക്ഷെ കുറച്ച് തിരക്കൊക്കെ ആയി പോയി. അതുതന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ചെയ്തു വെച്ചെങ്കിൽ എനിക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസുമായിട്ട് നമുക്ക് പാർട്ട് 2-ൽ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഹാപ്പി ആയിട്ടിരിക്കുക. എൻ്റെ വട്ടപ്പേരാണ് ഇപ്പോൾ ഹാപ്പി എന്നുള്ളത്. ഐ എം ഹാപ്പി വിത്ത് ദാറ്റ് നെയിം. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ബൈ.